നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ ഡോക്ടേഴ്സ് വ്യൂ എന്ന ഈ ഒരു സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാലാരിവട്ടത്തെ ചൈതന്യ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റ് ആയ ഡോക്ടർ ലീന പിള്ളയാണ്. മാഡം റിഫ്രാക്റ്റീവ് സർജറി അതുപോലെ തന്നെ ലാസിക് വിഭാഗത്തിലെ സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ സ്വാഗതം മാം. Thank you. മാം, ഈ ലാസിക് സർജറി എന്ന് പറഞ്ഞ ഈ ഒരു ടേം അല്ലെങ്കിൽ അതെന്താണ്? ലേസിക് സർജറി എന്ന് പറഞ്ഞാൽ ലാസിക് ഇൻ സിറ്റു കെരട്ടോമിയലിസിസ് എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ ലേസിക് പറയുന്നത്. അത് എന്തിനാണ് അത് ചെയ്യുന്നത്? ഈ ലേസിക് സർജറി ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യം കോർണിയ, അതായത് കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഭാഗം ഒന്ന് റീഷേപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എന്താണ് ഈ ലാസിക്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതുപോലെ ഏതൊക്കെ കണ്ടീഷൻസിനാണ് ഇത് ചെയ്യുന്നത്? ലാസിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കോർണിയ, അതായത് കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്ന് റീഷേപ്പ് ചെയ്യുകയാണ്. അത് ഈ ലേസിക് സർജറി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആർ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ, റിസ്വർ റിസ്ട്രി എന്ന് പറയും, ലോങ് സൈറ്റ് ആൻഡ് അസ്റ്റിഗ്മാറ്റിസം. ഈ 3 കണ്ടീഷൻസിനാണ് യൂഷ്വലി ഈ ലേസിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഈ ലേസിക് സർജറി അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻസ് വരാനുള്ള റീസൺസ് എന്താണ്? മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷന്. നമ്മുടെ പിള്ളേരിലൊക്കെ ഈ ഗ്ലാസ്സസ് വെക്കാൻ ഉള്ള കാരണവും ഈ ഷോർട്ട് സൈറ്റാണ് കൂടുതലും. ഈ ലോകമെമ്പാടും ഈ ഷോർട്ട് സൈറ്റ് എന്നുള്ളതൊരു എപ്പിഡമിക്കായിട്ട് മാറിയിട്ടുണ്ട്. And by the year 2050, almost 50% of the population മയോപ്പിക് ആയിരിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇന്ത്യയിൽ ഓൾറെഡി 30% പോപ്പുലേഷന് ഷോർട്ട് സൈറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ ലാസിക് സർജറി ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് സൈറ്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു വരുന്നത്. പിന്നെ അപ്പോൾ അതിൽ ഈ ഷോർട്ട് സൈറ്റിൻ്റെ ഒരു കാരണം ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഈ ജനറ്റിക് കോസാണ്. അതായത് പേരൻസിന് ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് വരാൻ നല്ല സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അതൊരു 100% കോസ് അല്ല. പേരൻസിന് ഷോർട്ട് സൈറ്റ് ഇല്ലെങ്കിലും പിള്ളേർക്ക് വരാഴികയില്ല. അതിൻ്റെ അതുപോലെ വേറൊരു റീസൺ ഈ എത്നിസിറ്റി, അതായത് ഈ ജോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷനുണ്ട്. ലോകമെമ്പാടും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും ഏഷ്യൻ കൺട്രീസിലാണ് ഈ ഷോർട്ട് സൈറ്റ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. സിംഗപ്പൂറൊക്കെ ഷോർട്ട് സൈറ്റിൻ്റെ ഈ മയോപ്പിയയുടെ ഗ്ലോബൽ ക്യാപിറ്റൽ ആണെന്നാണ് പറയുന്നത്. ഷോർട്ട് സൈറ്റിന് വേറൊരു കാരണം ഈ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് പിള്ളേരിൽ ഇതുപോലെ കൂടുതൽ കണ്ടുവരുന്നത്. കൂടുതൽ സ്ക്രീൻ ടൈം, വളരെ കുറച്ച് സമയം അവർ പുറത്ത് കളിക്കാൻ പോകുന്നുള്ളൂ. കൂടുതൽ സമയം ബുക്സും ടി വിയും ഇൻഡോർ ആക്ടിവിറ്റീസാണ്. ഇതെല്ലാം ഈ ഷോർട്ട് സൈറ്റ് അതല്ലാതെ മയോപ്പിയ കൂടുതൽ നമ്പേഴ്സ് കണ്ടുവരുന്നതായിട്ടാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. പിന്നുള്ള കണ്ടീഷൻ ഞാൻ മെൻഷൻ ചെയ്തത് ഹൈപ്രോപ്പിയ, അതായത് ലോങ് സൈറ്റ്നെസ്. ഇതിലും ഇതുപോലെ ജനറ്റിക് കോസസും എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓൾസോ പ്ലേ എ റോൾ. പിന്നെ അസ്റ്റിഗ്മാറ്റിസം, ഇത് രണ്ടും കൂടെ 2 ആക്സിസിൽ പല പവേഴ്സ് വരുന്നതിലാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസിക് സർജറി അല്ലെങ്കിൽ ഈ ഒരു ലാസിക് ട്രീറ്റ്മെൻറ്റ് എല്ലാ തരം ആൾക്കാർക്കും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണ് ഈ ലാസിക് സർജറി അന്വേഷിച്ച് വരുന്നത്. പക്ഷേ ഇതിന് ഒരുപാട് ക്രൈറ്റീരിയയും ഒരുപാട് ടെസ്റ്റുകളും ചെയ്തിട്ടേ നമ്മളിത് ചെയ്യത്തുള്ളൂ. ആദ്യം തന്നെ പേഷ്യൻ്റെ വിഷൻ നോക്കും. പിന്നെ ഡീറ്റെയിൽഡായിട്ട് ഒരു ലാസിക് വർക്കപ്പ് ഉണ്ട്. അതിൽ ഒരു സ്കാനിങ് പ്രൊസീജിയറുണ്ട്.
പിന്നെ കോർണിയയുടെ തിക്നെസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ തിക്നെസ് കുറവാണ്, അല്ലെങ്കിൽ സ്കാനിങ്ങിലുള്ള പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ തിക്നെസ് കുറവാണ്, അതുപോലെ അതിൻ്റെ കർവച്ചർ കൂടുതലല്ല, അല്ലെങ്കിൽ വേറെ കണ്ണിന് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാസിക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ആദ്യം ക്രൈറ്റീരിയ എല്ലാം ഫിറ്റ് ഇൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സർജറിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ലാസിക് സർജറി ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ, അപ്പോൾ അത് എന്തൊക്കെയാണ്? അതെ, ഈ ലേസർ സർജറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സൈമർ ലേസർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ കോർണിയ റീഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർണിയയുടെ പല ലെവലിൽ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഒരു എപ്പിലാസിക് അല്ലെങ്കിൽ ഒരു PRK എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. അവിടെ നമ്മുടെ കോർണിയയിലെ ഏറ്റവും മേലത്തെ സർഫസിലാണ് നമ്മൾ റീഷേപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ റെഗുലർ ലേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോർണിയൽ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട്, ഒരു മൈക്രോ കെരട്ടോം ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലാപ്പ് ഉണ്ടാക്കി ആ ഫ്ലാപ്പ് ലിഫ്റ്റ് ചെയ്ത് അടിയിലുള്ള ബെഡിലാണ് നമ്മൾ റീഷേപ്പിംഗ് നടത്തുന്നത്. അതിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ ഫെംറ്റോ ലേസിക് എന്ന് പറയുന്നത്. ഫെംറ്റോ ലേസിക്കിൽ ഈ ബ്ലേഡ് ഉപയോഗിക്കാതെ വേറൊരു ടൈപ്പ് ലേസർ ഉപയോഗിച്ചിട്ട് ഈ ഫ്ലാപ്പ് ഉണ്ടാക്കി ആണ് നമ്മൾ പിന്നെ ഇത് റീഷേപ്പ് ചെയ്യുന്നത്. അങ്ങനെ പല ടൈപ്പ് ലേസിക് സർജറി ഉണ്ടെന്ന് പറയാം. ഏത് ടൈപ്പ് പേഷ്യൻസ് ആണ് ഇത് ആക്ച്വലി സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അന്വേഷിച്ചു? ലേസിക് സർജറി മിക്കവാറും വരുന്ന യങ്സ്റ്റേഴ്സ് കണ്ണാടി വെക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ്, കോസ്മെറ്റിക് റീസൺസ്. പിന്നെ വളരെ ഹൈ പവറായിട്ടുള്ളവർക്ക് അതൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ട് തന്നെ ചെയ്യാം. കാരണം കണ്ണാടി ഇല്ലാതെ അവർക്ക് ഒട്ടും വളരെ ഡിസഡ്വാൻറ്റേജ്ഡ് ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഓഫർ ചെയ്യാറുണ്ട്, ഈ ലേസിക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിസഡ്വാൻറ്റേജ് ഒക്കെ കുറേ ബുദ്ധിമുട്ടുകൾ കുറേ മാറിക്കിട്ടും. അത്ര പുവർ വിഷൻ ആകുമ്പം ഇത് ചെയ്താൽ വിത്തൗട്ട് ദ ഗ്ലാസസ് ഇറ്റ് സെൽഫ് നല്ല വിഷൻ കിട്ടാനായിട്ട്. പിന്നെ കോൺടാക്ട് ലെൻസ് വെക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കുറേ നാൾ കോൺടാക്ട് ലെൻസ് വെച്ചിട്ട് അതിനൊരു ഇൻടോളറൻസ് വരുന്നവർ ഈ ലേസിക് സർജറി ചെയ്യാൻ വരാറുണ്ട്. പിന്നെ പ്രൊഫഷണൽ നീഡ്, ഇപ്പം നമ്മുടെ ഡിഫൻസ് സർവീസസിൽ എല്ലാം മിലിറ്ററി, എയർഫോഴ്സ്, നേവി, അതിലൊക്കെ പെർഫെക്റ്റ് വിഷൻ വേണം, 6x6 വിഷൻ തന്നെ വേണം കണ്ണാടി ഇല്ലാതെ. പോലീസ് റിക്രൂട്ട്മെൻറ്റ്, റെയിൽവേസ്, അതിലൊക്കെ ഗ്ലാസ് ഒട്ടും സമ്മതിക്കത്തില്ല, അതിന് വരാറുണ്ട്. പിന്നെ ഈ കണ്ണാടി വെച്ച് ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമുള്ളവർ പ്രൊഫഷണലി അവരുടെ ജോലി സ്ഥലത്ത്, ഇപ്പോൾ ഔട്ട്ഡോർ റിഗിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യേണ്ടത് അവർക്ക് കണ്ണാടിയുടെ പുറത്തായിരിക്കും ഈ ഹെൽമെറ്റോ സേഫ്റ്റി എക്യുപ്മെൻറ്റ് ഗിയർ വെക്കേണ്ടത്. സോ അവർക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ അവരും വരാറുണ്ട് ഈ ലേസിക് സർജറി ചെയ്യാനായിട്ട്. ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞായിരുന്നല്ലോ, കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, അതോ അങ്ങനെ എന്തെങ്കിലും? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 18 ഇയേഴ്സ് ആയിട്ടേ നമ്മളിത് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. കാരണം അതുവരെ ഈ പവേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 18 ഇയേഴ്സ് ആയിക്കഴിഞ്ഞ് പവർ സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ചെയ്യാം. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഒരു 6 മന്ത്സിനുള്ളിൽ വലിയ ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് പവർ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്, ഇനിയും കൂടാൻ സാധ്യതയില്ലെന്ന്. അങ്ങനെ ആ ഒരു ലെവലാവുമ്പം നമുക്ക് ലാസിക് ചെയ്യാൻ ആലോചിക്കാം. അപ്പം അതിന് മുമ്പ് ലേസിക്കിനെ പറ്റി നമ്മൾ എൻകറേജ് ചെയ്യത്തില്ല. അതുപോലെ പ്രഗ്നൻസി സമയത്ത് ലേസർ സർജറി ചെയ്യത്തില്ല. ആ സമയത്ത് ഇതുപോലെ പവർ മാറിക്കൊണ്ടിരിക്കാം. പ്രഗ്നൻസി ആൻഡ് അതുപോലെ അമ്മ പാല് കൊടുക്കുന്ന സമയമാണെങ്കിലും അത് നമ്മൾ വെയിറ്റ് ചെയ്യും. ആ ഒരു 1 ഇയറൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലേസിക്കിൻ്റെ കാര്യം ആലോചിക്കത്തുള്ളൂ. ഡയബറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയും. അത് നല്ല വെൽ കൺട്രോൾഡൊക്കെ ആണെങ്കിൽ, പിന്നെ ബാക്കി കോർണിയൊക്കെ ഹെൽത്തി ആണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ കണ്ണിന് വേറെ അസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ റെറ്റിനയിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ലെൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, വേറെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേസിക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ സിസ്റ്റമിക്കായിട്ട് ഈ കൊളാജൻ ഡിസോർഡേഴ്സ്, ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനത്തെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ലേസിക് അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അതുപോലെ തന്നെ എത്ര ടൈം ഉണ്ടാവും ഈ ഒരു പ്രൊസീജിയർ? ആക്ച്വലി വളരെ സിമ്പിളാണ്. പേഷ്യൻ്റ് വന്ന് നമ്മുടെ ഈ ലേസർ ടേബിളിൽ കിടക്കും, ജസ്റ്റ് ഒരു അനസ്തറ്റിക് ഡ്രോപ്പ് മാത്രം ഒഴിക്കും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെക്കിലും വെച്ച് കണ്ണ് തുറന്ന് വെച്ചിട്ട് ആ മെഷീൻ വെച്ചിട്ട് ആ ഫ്ലാപ്പ് ഉണ്ടാക്കും. ഫ്ലാപ്പ് ഉണ്ടാക്കി ആ കഴിഞ്ഞ് ആ ലേസർ അടിക്കും. എല്ലാം കൂടെ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ്
ഒരു കണ്ണിനും മറ്റേ കണ്ണും കൂടെ എല്ലാം കൂടെ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ പേഷ്യൻ്റ് ഇസ് ഔട്ട് ഓഫ് ദ തിയേറ്റർ. അപ്പോൾ ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നാളുകൾക്കുള്ളിൽ നമുക്ക് ഈ ഒരു കാഴ്ച തിരിച്ചു കിട്ടും? വിഷൻ റിക്കവറി ടൈം എങ്ങനെയാണ്? ലേസിക് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ടേബിളിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നല്ല ക്ലാരിറ്റി ആയിരിക്കും. പിന്നെ ഓവർ ഫ്യൂ ഡേയ്സ് ഒരു 1 വീക്കിനുള്ളിൽ കംപ്ലീറ്റ് വിഷൻ റിക്കവറി വരും. ചെറിയൊരു ഫ്ലക്ച്വേഷൻ കാണത്തേ ഉള്ളൂ ഓവർ 1 വീക്ക്. ഞാൻ ആദ്യം പറഞ്ഞൊരു PRK എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് ഒരു കുറച്ചും കൂടെ സമയമെടുക്കും, ഒരു 2 to 3 വീക്സ് എടുക്കുമായിരിക്കും. അപ്പോൾ നോർമലി ഈ ഒരു കാഴ്ച ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞ പോലെ സ്പെക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ, അപ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ ഈ ഒരു സർജറി ചെയ്യുന്നത്. അപ്പോൾ മിക്കവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഈ ഒരു സർജറി ചെയ്തതിന് ശേഷം ഫോർ എവർ ലൈഫ് ലോങ് ആയിട്ട് നമുക്കിനി സ്പെക്ക് വെക്കേണ്ടി വരില്ല എന്നൊരു കാഴ്ചപ്പാട്. ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുമ്പം ഒരു 40 ഇയേഴ്സ് വരെയാണ് നമ്മൾ ഈ ഡിസ്റ്റൻറ്റ് വിഷനാണ് നമ്മൾ ഈ ലേസിക്ക് യോജിച്ച് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 40 വയസ്സ് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു ഗുഡ് വിഷൻ വിത്തൗട്ട് ഗ്ലാസ്സസ്. ഈ 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. നമ്മൾ വെള്ളെഴുത്തെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ആ സമയം നമ്മൾ കണ്ണാടി വെക്കുക തന്നെ വേണം നിയർ വിഷനായിട്ട്. ഈ ലേസിക് പ്രൊസീജിയർ കഴിഞ്ഞാൽ ഒരു 40-42 ആ ഒരു റേഞ്ചിൽ ഏജ് വരെ നമുക്ക് ഈ ഗ്ലാസ്സസ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എത്രയും നേരത്തെ ചെയ്താലും നമുക്ക് അത്രയും വർഷം ഗ്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 35 വന്ന് ലേസിക്ക് ചെയ്താൽ ആകെ ഒരു 5 വർഷമേ കിട്ടത്തുള്ളായിരിക്കും. എന്നാൽ ഒരു 20 ഇയേഴ്സിലേക്ക് ചെയ്താൽ ഒരു 20 ഇയേഴ്സോളം ഗ്ലാസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലേസിക് സർജറിയെ കുറിച്ചും അതിനെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാഡം പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാം. ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.